അധ്യായം തുടക്കമായെന്ന് 10 ദിവസമായി ആഘോഷരാവ് കൊടും സന്തോഷ ഓണനിലാവ്. നമ്മൾ ഇന്നൊരു ഓണം ഡേ ഔട്ടിന് പോവുകയാണ്. ഉത്രാടമൊക്കെ ഇല്ലേ, അപ്പം ആളുകളുടെ പാച്ചിലൊക്കെ എവിടെ വരെയായെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഈ കൊച്ചി രാജ്യം ഒന്ന് ചുറ്റി നടന്ന് കാണാൻ പോവാണ്. കുറച്ചു നേരം നമ്മുടെ സ്കൂട്ടറിലും പിന്നെ കുറച്ചു നേരം നമ്മുടെ ക്രൂവിന്റെ കൂടെ കാറിലൊക്കെ ആയിട്ടായിരിക്കും ഒരു കൊച്ചി യാത്ര. ചുറ്റില് മാത്രമല്ല, കുറച്ച് ഓണ വിശേഷങ്ങളും ഓണ ചോദ്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ കൊച്ചി ഓണാണെന്ന് നമുക്ക് നോക്കണ്ടേ? നീ ഓണാണോ? ഞാൻ ഓണാണ്. നീ ഓണാണോ? ഞാൻ ഇന്നലെയോ. ക്യാമറ ചേട്ടൻ ഓണല്ലേ? പോയേക്കാം. അപ്പൊ ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയി കളയാം. ഹയ്യ. ഓണം വന്നാൽ ഓണസദ്യ, അത്തപ്പൂക്കളം തിരുവാതിര, മാവേലിയും വാമനനും ഒപ്പം ചേർന്ന് എടാ, ആ വഴി പോകുമ്പോ നമ്മൾ ഷാപ്പിൽ കൊണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല. നല്ല മണം. അതെ, നമുക്ക് ആദ്യം അടുക്കളയൊന്നുണ്ടല്ലോ. യെസ്, അടുക്കള ഓണാണോ നമുക്ക് നോക്കാം. വലതുകാല് വെച്ച് ഷാപ്പിലോട്ട് അങ്ങോട്ട് കേറിയ ഷാപ്പിൽ നമ്മള് ഷാപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ്? അങ്ങോട്ട് നോക്കൂ. കപ്പ, അപ്പം, ഇടിയപ്പം, മീൻകറി, മീൻതല, മീൻ ഫ്രൈ, താറാവ്. ഈ പറഞ്ഞ ഇവിടെ ഉണ്ടോ? ഇവിടെ കാണും. നല്ല മണം വരുന്നില്ലേ? നമുക്ക് അടുക്കളയിലോട്ടൊന്ന് കേറിക്കളെ. ഹായ് ചേട്ടാ. അപ്പൊ ഇതാണ് നെട്ടൂർ ഷാപ്പിന്റെ അടുക്കള. നമ്മുടെ സ്മിത ചേച്ചി ഇവിടെ ഉണ്ട്. നമ്മുടെ സ്മിത ചേച്ചി ചോദിക്കാം. ചേച്ചി, എന്തുവാ ഓണമായിട്ട് ഇന്നത്തെ സ്പെഷ്യല്? നമ്മൾ ഇന്ന് ഇവിടെ എല്ലാ കറിയും സ്പെഷ്യലാ. നമ്മൾ ഇപ്പൊ ഇത് നോക്കുന്നത് താറാവാണ്. താറാവ് ഒഴിക്കുന്നത് താറാവിന്റെ നെയ്യാണ്. നമ്മൾ വെളിച്ചെണ്ണ മാക്സിമം നമ്മൾ ഒഴിക്കാതെ താറാവൊക്കെ താറാവിന്റെ നെയ്യ് കൊണ്ടും ബീഫെല്ലാം ആ ബീഫിന്റെ നെയ്യ് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചേച്ചിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ മെയിൻ കൂട്ടുകളൊക്കെ തയ്യാറാക്കുന്നത്. നമ്മൾ വീട്ടിലാണ് എല്ലാം മസാലകളെല്ലാം വീട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഇത് മുരളിച്ചേട്ടനുണ്ട്, കലയുണ്ട്. മുരളിച്ചേട്ടാ, ക്യാമറയിൽ നോക്കി ഒരു ഹായ് വിട്ടെ. നമ്മുടെ ഓണമായിട്ട് ഒരു ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവർക്കും. ചേച്ചിയുടെ തിരുവോണമൊക്കെ ഇവിടെ തന്നെ? തീർച്ചയായും എല്ലാ വർഷത്തെ നമ്മളിപ്പോഴും ഇവിടെ തന്നെയാണ്. ഹസ്ബൻഡ് ഇത് ഓണർ. അപ്പം പിന്നെ ഞാനിങ്ങനെ വന്നിട്ട് എല്ലാം എൻ്റെ ഒരു സംഭവങ്ങളൊക്കെ നോക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡിഷ് ഏതാ? ട്രൈ ചെയ്യാനായിട്ട് മീൻതലയാണ് നമുക്ക് മെയിനായിട്ട്. മീൻതല ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്യുന്നേ ഉള്ളല്ലേ? അതെ. നല്ല വിശേഷം. എങ്ങനെയുണ്ട് ഈ വട്ടത്തെ ഓണം? എങ്ങനെയുണ്ട്? വളരെ ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഓണം വരുന്നല്ലേ? ചേട്ടൻ ഇവിടെ തന്നെയാണോ ഫുഡ് കഴിക്കാറ്? പിന്നെ ഞാൻ പുറത്തു പോയി കഴിക്കും. ഇവിടുന്ന് കുക്ക് ചെയ്ത് ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കും. ഞാൻ കഴിച്ചതിന് ശേഷം അപ്പുറത്തേക്ക് പോകുള്ളൂ. എത്ര വർഷം ഇവിടെ? ഞാനിത് രണ്ടാം വർഷം. ചേട്ടന്റെ മെയിൻ ഐറ്റം എന്താ ഇവിടുത്തെ? ചേട്ടൻ ഇഷ്ടപ്പെട്ട് ചേട്ടനാണ് ഇവിടുത്തെ മീൻതല സ്പെഷ്യൽ. ഇവിടുത്തെ മീൻതല ഷെഫാണ് നമ്മുടെ മുരളിച്ചേട്ടൻ. മീൻകറി മീൻതലയൊക്കെയാണ് എല്ലാ ദിവസവും അതാണ് നോക്കുന്നത്. പിന്നെ വേറൊരാൾ ഇവിടെ ചോറൊക്കെ എടുക്കുന്നുണ്ട്. ചേച്ചിയുടെ പേരെന്തുവാ? കല ചേച്ചിയുടെ മെയിൻ ആയിട്ട് എന്താ ഇവിടുത്തെ? ചേട്ടൻ തന്നെയല്ല, ചേട്ടന്റെ കൂടെ നിന്ന് എല്ലാം നന്നായിട്ട് ഞണ്ട് വെക്കും, ചെമ്മീൻ നന്നായിട്ട് വെക്കും. ചേച്ചി നമ്മുടെ മെയിൻ ഷെഫായ സ്ഥിതിക്ക് ചേച്ചി രാവിലെ വന്ന് അടുക്കള തുറന്ന് ഇവിടെ വന്നിട്ട് ആദ്യം വെക്കുന്നത് എന്താ? ഒരു കുസൃതി ചോദ്യമാണ്. അത് ആലോചിച്ചിട്ടാണ്. സ്ത്രീകൾ ഓണ ദിവസം ആദ്യം വെക്കുന്നത് എന്താണ്? ഫസ്റ്റ് ചോദ്യത്തിന് ചേച്ചി ആൻസർ പറഞ്ഞ് സമ്മാനം കൊണ്ടുപോയിരിക്കുകയാണ്. ഗിഫ്റ്റ് ഇവിടെ റെഡിയാണ് ഗൈസ്. നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ വക ആദ്യ ഗിഫ്റ്റ് സ്മിത ചേച്ചിക്ക്. ആഹാ, നല്ല കാറ്റ്. ഒരു ദിവസം വൈകിട്ട് ഇവിടെ വരണേ. ഓക്കെ. ഓ, അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് കുറച്ച് ഓണവിശേഷങ്ങൾ ചോദിച്ചാലോ? ഓ, കഴിച്ചോണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ ഞങ്ങൾ? ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓണമായിട്ട് എന്തൊക്കെയാണ് പരിപാടി? ഫുഡ് കടിയാണോ അതോ? ഇതൊക്കെ തന്നെ, ചില്ലിങ്, പുറത്ത് ഇതുപോലെ ഫാമിലി ആയിട്ടൊന്നും. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണോ? ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? നല്ലതാണ്, നല്ല ഫുഡ്. എന്നാ പറയച്ചേ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയെങ്കിലും ഇത് നല്ലതാണ്, നല്ല ഫുഡാണ്. ഫുഡൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. നമ്മുടെ കസിൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ വന്നത്. നിങ്ങളിങ്ങനെ കുറേ ഷാപ്പുകളിലൊക്കെ പോകാറുണ്ട്.
അപ്പോൾ ഇവിടെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് തപ്പി അത് ദേവതേനെ അന്വേഷിച്ച് പിടിച്ച് ഞങ്ങൾ വന്നതാണ്. വന്നപ്പോൾ നമുക്ക് നല്ലൊരു ആയിട്ട് തോന്നി. സ്റ്റാർട്ട് അപ്പൊ ഈ ഓണമായിട്ട് ഫുള്ള് നമ്മളിങ്ങനെ ഈ ഫുഡ് സ്പോട്ട്സ് അന്വേഷിച്ച് പോക്കാണോ അതോ ജസ്റ്റ് വീട്ടിലിരുന്ന് ബോറടിക്കാതെ ഫുഡ് കഴിപ്പാണോ മെയിൻ? ഇല്ല, ആ പരിപാടിയില്ല. വേറെ പരിപാടി. അപ്പൊ ഓണമായിട്ട് ഈ ടീം എല്ലാം ഓണാണ്, ഇവരുടെ ഫാമിലി ഓണമായിട്ട് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാരും കൂടെ ഒന്നിച്ചൊരു ഹാപ്പി ഓണം പറയാം. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാണ്. ടാറ്റാ. ഓക്കെ ബൈ. അപ്പൊ നമ്മള് നെട്ടൂർ ഷാപ്പിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മളൊരു പുതിയ ഡെസ്റ്റിനേഷനിലോട്ടാണ് പോകുന്നത്. അവിടേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിഗ് ബിയിലെ ബിലാലിന്റെയും ഛോട്ടാ മുംബൈയിലെ തലിയുടെയും ഫോർട്ട് കൊച്ചിയിലാണ്. എടാ പറഞ്ഞ് തേഞ്ഞ സാധനങ്ങൾ പറയാതെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. സാസി ഗേൾസ് ഇൻ ഫോർട്ട് കൊച്ചി. ഇവിടുത്തെ ഓണം വൈബ് അന്വേഷിച്ചാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ കണ്ടിട്ട് അത്യാവശ്യം നല്ല വൈബുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഓണം. കുറച്ച് പിള്ളേര് ഓണം എങ്ങനാ? ഓണാണോ? ഹാപ്പി ഓണം. നടന്ന് ഫോർട്ട് കൊച്ചിയിലെത്തി. ഇനി ഇവിടെ എന്ത് പരിപാടി? നോക്കി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒരു കരുതൽ നോക്കി വേസ്റ്റ് ഇടാനുള്ള. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്നത്. ഹലോ ഗൈസ്. അപ്പൊ ഓണമൊക്കെ എവിടെ വരായി? ഉഷാറാണ്. അപ്പം എൻജോയ് ചെയ്യാൻ വന്നേ ഓണമായിട്ട് പുറത്തൊക്കെ? നിങ്ങളെല്ലാം ഫ്രണ്ട്സാ? പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വട്ടത്തെ ഓണത്തെക്കാട്ടും ഈ വട്ടം കിടിലായിരുന്നോ? ഈ വർഷം വയനാട്ടിൽ ദുരന്തമൊക്കെ സംഭവിച്ചപ്പോ സദ്യ ഒന്നുമില്ല, പായസം അല്ലാണ്ട് പിന്നെ അടിപൊളിയായിരുന്നു. ഓണം കോളേജ് ഓണം സെലിബ്രേഷനാ? GHS മട്ടാഞ്ചേരി. അല്ല, കലാകാരിയുടെ പേരെന്താണ്? അദീന, ഇവിടെ അൽഫിയ, സഫ്രിൻ, അക്സ, അസ്ന. അപ്പൊ അസ്നയും നിങ്ങളുമാണോ നന്നായിട്ട് പാടുന്നേ? എല്ലാരും ഒരേപോലെ പാടും. നിങ്ങൾ എല്ലാവരും ഒരു താളം പിടിച്ചൊരു പാട്ട്. ഒരു പാട്ട് പഠിക്കും. ചേച്ചി മൈക്ക് വെച്ചേ. തിരുവാവണിരാവ് മനസാകണിലാവ് മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. തിരുവാവണിരാവ് മനസാകണിലാവ് മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. സൂപ്പർ. ഇതാണോ പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു നിന്നെ ഓണമൊക്കെ അടിച്ചു പൊളിക്ക്. ഇവിടെ ഫോട്ടോ വെച്ചൊക്കെ ഫുൾ കറങ്ങിയിട്ട് പോയി. കൊച്ചിക്കാരാണോ നിങ്ങൾ? ആ ഓക്കെ ബൈ ബൈ ബൈ. ഇനി അടുത്ത ആളെ തപ്പിപ്പോ. നമുക്ക് കുറച്ച് കുട്ടികളെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവരിപ്പോ എനിക്ക് തോന്നുന്നു ഓണാഘോഷം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ തോന്നല്ലേ? നിങ്ങൾ എവിടെ നിന്ന് വരുവാ? തോപ്പുംപടി. തോപ്പുംപടി. കോളേജിലാ പഠിക്കുക? സ്കൂളിലാ? സ്കൂളിലാ. ഏ സ്കൂളാ? ഒരു ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഓണത്തിന്റെ വരവറിയിച്ച് വരുന്ന ഒരു തെയ്യം. കേട്ടിട്ടുണ്ടായിരിക്കും, പേര് വിളിച്ചത് തെയ്യം ആണെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടേ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അറിയില്ല? നിങ്ങളുടെ സ്കൂളിന്റെ പേര് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എത്ര ക്ലാസ്സിലെ പഠിക്കുന്നത് നിങ്ങളെ? നിങ്ങളെല്ലാം ഇവിടെ ഉള്ളതല്ലേ? എന്നാ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത്തച്ചമയം നടത്തുന്നത് എവിടെ? അത്തച്ചമയം നടത്തുന്നത് എവിടെ? കൊച്ചി. ഉത്തരം കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പഠിപ്പിക്കാൻ തോന്നല്ലേ? കലാകാരി ഓളിനോള്. അപ്പൊ ന്യൂസ് മലയാളത്തിന്റെ ഒരു സമ്മാനം ഉണ്ട്. അപ്പൊ എങ്ങനെ ചേട്ടാ ഒരു മട്ടാഞ്ചേരിക്കാരൻ ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ ഓണമൊക്കെ എവിടെ വരായി? ഓണമൊക്കെ ഉഷാറാണോ? ഓണാണോ? ഓണമാണ് ഓണം. ഓണം ഉഷാറൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെ വയനാട് നമ്മളെ കുടുംബത്തിലുള്ളവർ പോയ മാതിരി തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയ ആഘോഷമൊന്നും ഇല്ല. എന്നാലും ഒരു ചെറിയ
ഒരു ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാന്നുള്ളൂ. വലിയ ആഘോഷിക്കാൻ നമുക്ക് തോന്നില്ല. നമ്മളെ കൂടപ്പുറപ്പുകളാണ് പോയേക്കണത്, അത് മറക്കാൻ പറ്റില്ല ഒരിക്കലും. തിരുവോണ സദ്യയിൽ മാത്രമായിട്ട് ഇത്തവണത്തെ ഓണം ഒതുക്കുകയാണ്. ഒതുക്കും. ചേട്ടൻ്റെ അത് തന്നെ അഭിപ്രായം. വേറെ പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. കൂടുതൽ സമയം ഫോർട്ട് കൊച്ചി തന്നെയാണോ എൻജോയ്മെന്റ് ഒക്കെ? അതെ ഇവിടെ തന്നെയാണ് ഫുൾ ടൈം. ഇത് എത്ര വർഷമായി? ഇത് 6 വർഷമായി. 6 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ഈ ഒരു സ്റ്റൈല്. ചെറിയ ഫിലിം സ്റ്റാറും കൂടിയാണ്. ആണോ? ഏത് ഫിലിമിലാണ് അഭിനയിച്ചിട്ടുള്ളത്? ഫിലിമിലിപ്പോൾ ഇറങ്ങാൻ പോകണം. തെലുഗു സഹിതം എന്ന് പറഞ്ഞ മൂവി ഇറങ്ങാൻ പോകണം. ഓണത്തിന് തൊട്ടുപുറകിൽ തന്നെ ഇറങ്ങും. അപ്പോൾ ഓണത്തിന് വമ്പൻ ഹിറ്റുകളാണ്. അതിൻ്റെ ഇടയിൽ കിടന്ന് ജാമാണ്ടാന്ന് വിചാരിച്ചിട്ട് ഓണം കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയ പടത്തിലൊക്കെ ഉണ്ട്. കോളനി എന്ന് പറഞ്ഞിട്ട് OTT മൂവിയിലൊക്കെ നിറസാന്നിധ്യമായ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്റ്റാറിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഭാവിയിലെ ഒരു സ്റ്റാറൊന്നും ആയിട്ടില്ല, സാധാരണക്കാരൻ. ഓക്കെ ചേട്ടാ, അപ്പം കാണാം. താങ്ക്സ്. എന്നാ ചൂട്. രണ്ട് കരിക്ക് വാങ്ങിച്ചാലോ? അയ്യോ ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചേ ഉള്ളു. എന്നാ പെട്ടെന്നാട്ടെ. ചേട്ടൻ്റെ ഓണവിശേഷങ്ങൾ ചോദിച്ചോളെ. ചേട്ടാ 2 കരിക്ക്. എന്റെ അമ്മേ. ചേട്ടാ ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഇച്ചിരി ദൂരോട്ട് കത്തിക്കോട്ടെ. 3 വെട്ടേ ഉള്ളു. കരിക്ക് തണ്ട് റെഡി ഇവിടെ. അതാണ് ഏറ്റവും വലിയ അതിശയം. ചേട്ടാ ഓണമൊക്കെ എങ്ങനെയുണ്ട്? തിരക്കായവനുള്ള സ്കൂളൊക്കെ പൂട്ടിയുള്ളൂ. ഇപ്പൊ തിരക്കായിട്ടില്ല, കച്ചവടമൊക്കെ ഒത്തിരി കുറവാണ്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. തിരുവോണമൊക്കെ ആകുമ്പോ എങ്ങനെ സാധാരണ കച്ചവടമൊക്കെ? തിരക്കുണ്ടാവും. നല്ല മികച്ചൊരു തീരുമാനമായിരുന്നു. നല്ലൊരു തീരുമാനമായിരുന്നു കരി കുടിക്കുക എന്ന് പറയുന്നത്. വെള്ളം കുറവായിരുന്നു, ടേസ്റ്റ് ഉണ്ട്. അതല്ലേലും അങ്ങനെ തോന്നുന്നു. ഈ നാട്ടിൻപുറത്തെ തേങ്ങയ്ക്ക് മാത്രമേ ഒരുപാട് വെള്ളമുള്ളു. കരിക്കില് മാത്രമേ വെള്ളം കുറവാന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരുടെയും ഓണത്തിനെ പറ്റി ചോദിച്ചില്ല. ഞാൻ നിന്റെ ഓണത്തിനെ പറ്റി ചോദിച്ചില്ല. നിന്റെ ഓണം എങ്ങനെയായിരുന്നു പണ്ട് വീട്ടിലൊക്കെ? വീട്ടിലായിട്ട് നമുക്ക് അങ്ങനെ ഓണപരിപാടി ഒന്നും ഇല്ല. നമ്മുടെ ഓണപരിപാടിയൊക്കെ സ്കൂള്, കോളേജ്, അവിടെയൊക്കെയാണ് ഓണപരിപാടി. കോളേജിലെന്ന് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതിപ്പോഴും ഭയങ്കര ഒരു മെമ്മറിയാണ്. സ്റ്റാർട്ടിങ് നമ്മുടെ ലാലേട്ടന്റെ തകില് മുകിലും തുടങ്ങി അവസാനിക്കുന്ന അല്ലു അർജുന്റെ ചിരിച്ചു കൊല്ലുന്ന വണ്ടേ ചുമ്മാ ആ പാട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ ഗെയിംസ്, ഓണത്തല്ല് വേറെ, പിന്നെ വടംവലി, അങ്ങനത്തെ ആഘോഷം, സദ്യ. നിന്റെ വീട്ടിലെ? ഞങ്ങളെ വീട്ടിലായിരുന്നു ഫുൾ ആഘോഷമൊക്കെ. ഞങ്ങൾ ആ തിരുവോണം, അവിട്ടം, ചതയം 3 ദിവസം ഭയങ്കര അടിച്ചുപൊളി. കാരണം നമ്മുടെ കസിൻസ് എല്ലാം വന്ന് എല്ലാവരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ദിവസം എന്ന് പറയുന്നത് ഈ ഓണം. പിന്നെ സദ്യ എന്ന് പറയുമ്പോ പായസമൊക്കെ കുടിച്ച് മത്ത. ഉച്ച കഴിയുമ്പോ പിന്നെ എവിടെയെങ്കിലും ഒരു വശത്ത് ചായഞ്ഞ് എവിടെയെങ്കിലും കിടക്കും. ഞാൻ ഈ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടെ വെയിറ്റ് ചെയ്യുന്ന ആ സദ്യക്ക് വേണ്ടി, ഓണസദ്യ. നിങ്ങളുടെ വീട്ടിൽ ഓണയിലും ഇത്തവണത്തെ ഓണത്തിന് നീ എൻ്റെ കൂടെ വേടാ. നമ്മളെ കസിൻസിനെ പരിചയപ്പെടാം, ഓണസദ്യ കഴിക്കാം, പായസം കുടിച്ചാം. കസിൻസ് ഒന്നും വയ്യ, വേണേ ചോറ് കഴിക്കാൻ വരാം. വാ പായസം കുടിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട് ഓണമൊക്കെ ഇത്തവണത്തെ? ഇത്തവണത്തെ ഓണം പൊതുവെ ഒരു മന്ദഗതിയിലാണ്. മന്ദഗതിയില എന്തായിരിക്കും കാരണങ്ങള്? വയനാടിന്റെ പ്രശ്നം. അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 ചോദ്യം ചോദിച്ചോട്ടെ. അറിയാവുന്നതാണെങ്കിൽ പറയാം. ചേച്ചി ഇതിനകത്ത് കുടിക്കോ? മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ? 5ആണോ? കറക്റ്റ് ഉത്തരം. നമ്മുടെ ഗിഫ്റ്റ് എവിടെ? ഓണച്ചോദ്യം കൃത്യമായിട്ട് ഉത്തരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് ചേച്ചിക്ക് തരാം. ചേച്ചിയുടെ പേരെന്താ? അമൃത ചേച്ചിയാണ് ഇത്തവണത്തെ നമ്മുടെ 3ാമത്തെ ഗിഫ്റ്റിന്റെ ഉടമ. ഇന്ത്യ ഗിഫ്റ്റ്, നമ്മുടെ ന്യൂസ് മലയാളം ചാനലിന്റെ ഗിഫ്റ്റ്. ഫാമിലി ഇവിടെ, ഫാമിലി വന്നു ചേട്ടാ. ഹസ്ബൻഡ് ആണ് ഈ മാറിയിരിക്കുന്നത്. ഹാപ്പി അല്ലേ? ഒരു ഓണ ചോദ്യം ചോദിക്കാൻ പോവാണ്. ആ ചേച്ചിയുടെ കയ്യിൽ 2 സമ്മാനമുണ്ട്. അതിനകത്ത് ഒരു സമ്മാനം ചിലപ്പോൾ നിങ്ങൾക്കുള്ളതായിരിക്കാം. ഓക്കെ, ചോദിക്കട്ടെ? എല്ലാം റെഡി ആണല്ലോ? ചോദിച്ചോ. ഓണത്തിന്റെ എത്രാമത്തെ നാളിലാണ് പുലിക്കളി നടത്തുന്നത്? അവസാനത്തെ, അതായത് എത്രാമത്തെ ദിവസം? 15. എന്തൊരു ഒത്തൊരുമുള്ള ടീമിടാ. എല്ലാം 15. എത്ര ദിവസം ഉണ്ട് ഓണം? 10 ദിവസം. പിന്നെ എങ്ങനെ 15ാമത്തെ ദിവസം പുലിക്കളി വരും? എന്നാ പേരെന്താ? ഫാത്തിമ ഷൻസ.
ഫാത്തിമ ഷൻസ ഷെൻസ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? 1ാം ക്ലാസ് 1ാം ക്ലാസ്സിൽ. സ്കൂളിലെ ഓണപരിപാടി കഴിഞ്ഞോ? ഇന്നായിരുന്നു. ഇനി 10 ദിവസം അവധിയാ. എന്ത് പ്ലാൻ? എന്തോ ഇവിടെ പാർക്കിൽ വരാന്നാണോ? ആണോ? 10 ദിവസം അടിച്ചുപൊളിയാണോ? കളിയാണോ? ഒരു പാട്ട് പാടി തരാം ഞങ്ങൾക്ക് വേണ്ടി. ചെറിയ പാട്ട്. ഒരു പാട്ട് പാടും. ചെറുതായിട്ട് പാട്ട് വരുന്നുണ്ട്. അമ്പിളിച്ചേരുള്ള ഇമ്പർമണമുള്ള ഇമ്പത്തരുളിയാം മൂമുത്ത് ഹജറ ദൂതേരി ബിറായി ആഗരപ്പൂവിൻ്റെ അഴകേരും തങ്കപ്പൂ പൂനാരി ഹജറ ദൂതേരി ബിറായി ആഗരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹജറ. സൂപ്പർ. നമ്മള് ഒരു പാട്ടൊക്കെ പാടിയതല്ലേ, അത് വെച്ചോ. ഹാപ്പിയാണോ? ഹാപ്പിയാ? അപ്പൊ ഒരു ഹാപ്പി ഓണം പറയാം നമുക്ക് വേണ്ടി. ഹാപ്പി ഓണം. ഹലോ ഗൈസ്, നമ്മളിപ്പോ അങ്ങനെ പുതിയൊരു സ്ഥലത്ത് വന്നേക്കുവാണ്. മറൈൻ ഡ്രൈവിലെ ഒരു ഫെസ്റ്റ് നടക്കുന്നിടത്തോട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ ഷോപ്പഹോളിക്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അവരോട് നമുക്ക് എന്തൊക്കെയാണ് ഓണം പർച്ചേസ് നടത്തുന്നത്, കച്ചവടക്കാരുടെ അടുത്ത് കച്ചവടം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. ഇവരുടെ ഓണാണോ നോക്കിയിട്ട് വരാം. ഓണമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. കച്ചവടമൊക്കെ നല്ലതായിട്ടുണ്ടോ? പുറത്തൊക്കെ ചോദിച്ചപ്പോ കച്ചവടമൊക്കെ ഭയങ്കര മന്ദഗതിയിലാണെന്ന് പറഞ്ഞു. ഇവിടെ കുഴപ്പമില്ല. നല്ല കുഴപ്പമില്ലാതെ പോകുന്നു. ഓണാണ് നിങ്ങളുടെ ഓണാണ്. ഓണമൊക്കെ എങ്ങനെ? ഓണാണോ? ഓണം അടിപൊളിയാണ്, മാസാണ്. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടം പൊളിക്കല്ലേ ഗൈസ്, ഓണ പർച്ചേസ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസ് എല്ലാം അടിപൊളിയായിട്ട് നടന്നു. എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. പിന്നെ ഓണൊക്കെ എവിടെ വരെയായി ചേട്ടാ? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. എല്ലാം സെറ്റാണ്. ഇനി തിരുവോണം ആയാൽ മതി. ഓണം ബന്ധപ്പെട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ശരി. ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 പഴഞ്ചൊല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മാനമുണ്ട്. കാണാൻ ചുറ്റും ഓണം ഉണ്ണണം. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി. വെറൈറ്റി. അത്തം കറുത്താൽ ഓണം വെളുക്കും. അതുപോലെ അതിന്റെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത്തം 10-ന് പൊന്നോണം. അടിപൊളി. ലാസ്റ്റ് നിമിഷം നമ്മുടെ സമ്മാനം. ചേട്ടന്റെ പേരെന്താ? രജിത്ത്. വൈഷ്ണ. അപ്പൊ രജിച്ചേട്ടനെയും വൈഷ്ണ ചേച്ചിക്കാണ് നമ്മുടെ അടുത്ത സമ്മാനം. ആഹാ, മോന്റെ പേരെന്താ? ആരുഷ്. ന്യൂസ് മലയാളത്തിന്റെ വക ഒരു ചിന്ന ഗിഫ്റ്റ്. ഹാപ്പി ഓണം. ബൈ ബൈ. ഓണല്ലേ അപ്പൊ നിങ്ങളുടെ ഓണം? ഓണാണോ? ഓണാണ്. റെഡി, സെറ്റ്. ഓണായിട്ട് ഇപ്രാവശ്യം ഭയങ്കര കുറവാണ്. നമ്മള് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നല്ലോ. അത് ഈ വൈകുന്നേരം ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. വൈകിട്ടാണ് ആൾക്കാർ വരുന്നത്. വൈകുന്നേരം വന്ന് തുടങ്ങിയിട്ടുള്ളൂ, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ചേട്ടൻ ചിപ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതാ നമ്മൾ കഴിക്കാൻ പോവാണ്. ചിപ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ചിപ്സ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ചുമ്മാ അല്ല, തിരക്ക്, ഭയങ്കര തിരക്ക്. വാ, അടുത്തോട്ട് പോവാം. അങ്ങനെ നമ്മള് ചിപ്സ് കടയിൽ നിന്ന് ഇപ്പൊ വന്നിരിക്കുന്നത് പച്ചക്കറി കടയിലാണ്. ഇവിടെ എല്ലാരും ഓണാണ്. നമ്മളിവിടെ ഓണമാണോ എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ നമ്മളെക്കാൾ ഓണാണ് ഇവിടുത്തെ ആൾക്കാർ. കച്ചവടമൊക്കെ പൊടിക്കുകയാണ് ബ്രോഡ്വേയില്. ഉത്തരപാച്ചിലായിട്ട് തിരക്കെങ്ങനെയാടാ പറഞ്ഞോട്. എന്റെ പൊന്നെ, ഇവിടെ ആൾക്കാരെ കൊണ്ട് നിൽക്കാൻ വയ്യ. എല്ലാരും ജനസാഗരമാണ് ഇവിടെ. എല്ലാരും ഓണപ്പാച്ചിലാണ്. തിന്നോണ്ടിരിക്കണം. വിശക്കൊന്ന് നടന്ന് എന്താ പച്ചക്കറിക്ക് വില കൂടുതലാണോ ഇപ്പം? വിലക്കുറവായിട്ട് ആളില്ല. വിലക്കുറവായിട്ട് ആള് വരുന്നില്ല. വെണ്ടയ്ക്ക് 1 കിലോ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഓണം അപ്പൊ ഓണാണ്. ഞങ്ങൾ ഓണം തകർക്കല്ലേ? ഇത് കണ്ട് ജനം ഒഴുകണേ കിടന്ന്. ഓണാണോ? ഓണം അടിപൊളിയാണ്. ഓണം തന്നെ. മാസാണ് ഇത്തവണ. മാസാണ്. അപ്പൊ 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഫസ്റ്റ് ചോദ്യം. ഫസ്റ്റ് ചോദ്യം പറയുന്നത് അത്തച്ചമയം നടക്കുന്ന സ്ഥലം എവിടാ? തൃപ്പൂണിത്തുറ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാമനൻ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? 5ാമത്തെ. മാസാണ് ചേട്ടൻ. ചേട്ടനെല്ലാം അറിയാം. ഫൈനൽ ഗിഫ്റ്റ് നമ്മുടെ ചേട്ടനാണ്. ന്യൂസ് മലയാളത്തിന്റെ ഗിഫ്റ്റ്.
നിൽക്കുന്ന ബ്രോഡ്വേയിലാണ് നമ്മുടെ കൊച്ചി യാത്ര ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. ഇതോടൊപ്പം ഓണവിശേഷങ്ങൾ ഉണ്ടായിരുന്നു, ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. നമുക്കിപ്പോൾ പോകാൻ പറ്റിയിരിക്കുന്നത് കുമ്പളങ്ങി, ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, ബ്രോഡ്വേ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലാണ്. അപ്പൊ ഈ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? കൊച്ചി ഓണാണ്.